എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിലിം ആർട്ടിസ്റ്റ്, സീരിയല്, പിന്നെ ഷോർട്ട് ഫിലിം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനേക്കാൾ ഏറെ നമുക്കറിയാവുന്ന ഒരു മോട്ടിവേഷൻ സ്പീച്ചും കൂടെ ചെയ്യുന്ന ആളും കൂടെയാണ്. കാര്യം ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ ഒരു 7-8 ഒരു 10 വർഷം മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ഒരു മോട്ടിവേഷൻ ഇത് ചെയ്യുന്ന അങ്ങനെ കണ്ട് ആ ഒരു ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനത് ഫോളോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ഒരു അഡിക്റ്റ് ആയിരുന്നു ആ സമയത്ത്. ശരിക്കും ഒരു ഉണ്ണിമുകുന്ദൻ്റെ ലുക്കൊക്കെയാണ് ആളെ കണ്ടാൽ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കപ്പെടും. നമ്മളിപ്പോൾ ഒരു ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഷേപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന്, അതിപ്പോൾ ഒരു പെണ്ണായാലും ഒരു ആണിനെ ആണെങ്കിലും നമ്മൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കത്തില്ലേ. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയത്. കാര്യം നമ്മൾ ചില സമയത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുമ്പം അത് സ്വാഭാവികമാണ്. നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡുള്ളതായിരിക്കും പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാനത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതേപോലെ തന്നെയുള്ള വീണ്ടും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ, ഇൻട്രസ്റ്റ് ആയി തോന്നി. നമുക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് സ്വാധീനിക്കും, ചില വാക്കുകളൊക്കെ. അതുപോലെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണും, സൂരജ് സൺ എന്ന് പറഞ്ഞാൽ. സൂരജിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഞാൻ നേരത്തെ ടിക്ടോക്കൊക്കെ തുടങ്ങിയ സമയം തൊട്ടുള്ള ടിക്ടോക്ക് ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് കാണുന്നതും എല്ലാം. പിന്നെ യൂട്യൂബിലുണ്ടെന്ന് അങ്ങനെ യൂട്യൂബിൽ നിന്ന് കണ്ടു. അങ്ങനെ ഓരോ ഇതിലൂടെയും കണ്ട് ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് ഓർത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോശമായിട്ടൊന്നും അല്ല കേട്ടോ, നല്ല കാര്യങ്ങൾ മാത്രമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ലൊരു കലാകാരനാണ് കേട്ടോ. കാര്യം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളുമാണ് ഈ സൂരജ് എന്ന് പറയുന്ന ആൾ. സിനിമയിലേക്ക് പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ സീരിയൽ ഞാനിങ്ങനെ ഈ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇദ്ദേഹത്തിനൊരു സീരിയലിനകത്ത് വന്നുകൂടെ, എന്തോ ഒരു ആരാധകരെ കിട്ടും, എന്തുമാത്രം ആൾക്കാർക്ക് ഇത് വരും. അങ്ങനെയാണ് പാടാത്ത പൈങ്കിളിയിലൂടെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതിനകത്ത് അധികം നാളില്ലായിരുന്നു, പിന്നെ എന്തോ ഒരു പരിക്ക് പറ്റിയോ അങ്ങനെ തന്നെയൊക്കെ പിന്നെ അതിൽ നിന്ന് അങ്ങ് പോവുമായിരുന്നു ചെയ്ത്. പിന്നെ ആ സമയങ്ങളിൽ പിന്നെ സിനിമയിലോട്ട് വരികയാണ് ചെയ്തത്. നമ്മുടെ ഹൃദയപൂർവ്വം, മറ്റേ ലാലേട്ടൻ്റെ മോനെ അഭിനയിച്ച ആ സിനിമയിലുണ്ട്, ഹൃദയപൂർവ്വം എന്ന് തോന്നുന്നു, അത് ഹൃദയം അങ്ങനെയുണ്ട് അതൊന്ന് സിനിമയുടെ. അതിനകത്തൊരു ചെറിയ വേഷം, പക്ഷേ ചെറിയ വേഷമാണ്, ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്നത് ആവണി അങ്ങനെ തോന്നുന്നു, ആവണിന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വടക്കൻ പ്രണയ പർവ്വം, ആ സിനിമയും അത് ഞാൻ കണ്ടാണ് കേട്ടോ, ആ സിനിമ ഞാൻ കണ്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമേ വന്ന സിനിമയെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ, മൃദുഭാവേ ദൃഢകൃത്യേ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയും അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മറ്റു സിനിമ ഞാൻ കണ്ടാണ്. അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല, വരല എണ്ണ, പക്ഷേ എന്നാലും ഫെയിമാണ് ആൾ, സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാളാണ് സൂര്യൻ തന്നെ. പിന്നെ ഏതൊരാൾക്കും എവിടെയും നെഗറ്റീവും പോസിറ്റീവും കാണില്ല. കാര്യം അവർ നല്ലത് പറയാനും കാണും, മോശം പറയാനും കാണും. ഇതുപോലെ തന്നെ ഇതിൽ സൂര്യൻ്റെ കാര്യത്തിൽ നെഗറ്റീവ് പറയാനുണ്ട്, പോസിറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ കൂടുതലും പോസിറ്റീവാണ് ഇപ്പോൾ ഈ കുറേ നാളുകളായിക്കൊണ്ട് കേൾക്കുന്നത്. കാര്യം എനിക്കതാണ് കൂടുതലും ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്, അതാണ് കൂടുതലും കാര്യം. എന്നാന്ന് ചോദിച്ചാൽ ഒരു അപ്പനെയും അമ്മയും എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയാവുന്നൊരു മകനാണ്. അപ്പോൾ ഇന്ന് പലരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്, ഒരപ്പനും അമ്മയും എങ്ങനെ സ്നേഹിക്കാം, അവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇപ്പോൾ മിക്ക വീടുകളിലും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ ആങ്ങളമാർ പോലും അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യം പറയും, ഓ അമ്മച്ചി എവിടെ പോവുക, അമ്മച്ചിക്ക് വയ്യായിരിക്കുന്നിടത്ത്, ഓ അമ്മച്ചി ഇനി അവിടെ ചെന്ന് ഇറങ്ങാൻ പാട്, അല്ലെങ്കിൽ അത് പാട് ഇത് പാട് എന്ന് പറയുമ്പോൾ അമ്മച്ചിയുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് അങ്ങ് വിഷമം വരുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചാൽ എനിക്കന്ന് വലിയ വോയിസ് ഒന്നുമില്ല വീട്ടിൽ, പറ്റത്തില്ല അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറയാനുള്ള വോയിസ് ഒന്നും എനിക്കില്ല വീട്ടിൽ. ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ എന്ന് വെച്ചാൽ ഒരു ആൺഭരണം പോലെയാണ്. കാര്യം പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, എന്നാലും ആണുങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് അപ്പൻ അങ്ങനത്തെ ഒരു ഇച്ചിരി മുൻദേശക്കാരനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കുണ്ട് അമ്മച്ചിയുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നു കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ വയ്യാത്തതുകൊണ്ടല്ലേ, അമ്മച്ചിക്ക് ആവുന്നുള്ള സമയത്ത് ഞങ്ങളെ പെറുക്കി കൊടുക്കൊണ്ട് എവിടെ എവിടെയും പോകുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അമ്മച്ചിക്ക് വയ്യ വന്നപ്പോഴത്തേക്കാണല്ലോ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇവർ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചി അത് മിണ്ടായിരുന്നാലും അമ്മച്ചി മനസ്സിലത് വെച്ചിട്ട് പുറമെ അങ്ങനെ കാണിക്കത്തൊന്നുമില്ല. എന്നാലും അമ്മച്ചിയുടെ മുഖം മാറുന്നത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു.
പിന്നെ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ബസ്സിലാണെങ്കിലും ഞാൻ അമ്മയും കൊണ്ട് പോകുമായിരുന്നു. കാര്യം അമ്മച്ചി കൂടെ പോകുമ്പോഴത്തേക്കുണ്ട് ഞാൻ അമ്മയാണ് അമ്മച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ അമ്മയെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പം സാധാരണ എല്ലാവരും ഞാൻ പഠിക്കുന്നൊക്കെ സമയത്ത് എൻ്റെ പിള്ളേർ ചോദിക്കാറുണ്ട് ഈ അമ്മച്ചി എന്ന് വിളിക്കുന്നത്, അവർ വെല്ലുമിച്ചിനെ അമ്മച്ചി എന്ന് വിളിക്കുക. പക്ഷേ ഞങ്ങൾ വെല്ലുമിച്ചെന്നും അമ്മയെ അമ്മച്ചി എന്ന് വിളിക്കുക. അങ്ങനെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാര്യം എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അധികം എനിക്കൊരിതാകുന്നതിന് മുമ്പേ അമ്മ എന്നിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് പലപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഇന്ന് അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഓരോ കാര്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്നും നഷ്ടപ്പെട്ടു. പക്ഷേ സൂരജ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരിതാണ് ശബരിമലയ്ക്ക് ആ അമ്മയും അച്ഛനെയും കൊണ്ടുപോയത്. അത്രയും ഏജ് ആയിട്ടിരിക്കുന്ന ആ 2 പേരെ കൊണ്ടുപോകാൻ കാണിച്ച ആ ഒരു ധൈര്യം അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഒരു മക്കളും കാണിക്കത്തില്ല അത്രയും ധൈര്യം. കാര്യം അവരുടെ ആഗ്രഹമാണ് സൂരജിൻ്റെ മുന്നിൽ നിന്നത്. അല്ലാതെ അവരുടെ പ്രായമോ അല്ലെങ്കിൽ അവരുടെ വയ്യാഴികളോ ഒന്നുമല്ല സൂരജിൻ്റെ മുന്നിൽ സൂരജ് പ്രാധാന്യം വെച്ച് അച്ഛനും അമ്മയ്ക്കും മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഒരു കൊണ്ടുപോകാൻ കാണിച്ച ധൈര്യം, ആ ഒരു ഇത് ഒത്തിരി അതിനൊരു നെഗറ്റീവ് വന്നായിരുന്നു. റീൽ എടുക്കാൻ വേണ്ടി ഈ വയ്യാത്ത അച്ഛനും അമ്മയും കൊണ്ട് ഈ മല കയറണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്, പക്ഷേ റീൽ എടുക്കുന്നതല്ല, ആ ഒരു റീലിലൂടെ ഒത്തിരി പേര് അതിനകത്ത് ഒരു പക്ഷേ ഒരാൾക്കെങ്കിലും ഒരു മനസ്സ് തോന്നിക്കാണും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനെ ഇങ്ങനെ ഇവർക്ക് ആഗ്രഹമുണ്ടോ ഇങ്ങനെ പോകാൻ എന്ന്. ഒരുപാട് അച്ഛനമ്മമാരുണ്ട് ആഗ്രഹം പറഞ്ഞിട്ട് കൊണ്ടുപോകാത്ത മക്കളുണ്ട്. പിന്നെ ചിലരൊക്കെ ആഗ്രഹങ്ങൾ പറയാതിരിക്കുന്നവരുണ്ട്. മക്കൾ ചോദിക്കാറില്ല അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും. പല കാര്യങ്ങളിലും അമ്മയ്ക്ക് സുഖമാണോ അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് എന്ന് ഏതെങ്കിലും ഒരു മക്കൾ ചോദിക്കാറുണ്ടോ? ആരും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഈ സൂരജിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് നമുക്ക് ആദ്യം തൊട്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആദ്യമേ നമുക്കൊരു കാര്യം കാണാമെന്ന് വെച്ചാൽ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവരൊക്കെ എടുത്ത് ഇതൊരു രസമാണ് കേട്ടോ. കാര്യം ഇത് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. ഞങ്ങളുടെ മക്കൾ ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനാണോ അമ്മയാണോ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നുള്ളത്. നമുക്കിതൊന്ന് കണ്ടതിന് ശേഷം ബാക്കി പറയാം. അച്ഛൻ അമ്മയാണോ അമ്മ അച്ഛനാണോ പ്രേമിച്ചത് നമുക്കിപ്പോൾ ചോദിക്കാം. അച്ഛൻ അമ്മയാണോ പ്രേമിച്ചത് അമ്മേനെ അച്ഛനാണോ പ്രേമിച്ചത്? വേഗം പറ. അമ്മേനാ അച്ഛൻ പ്രേമിച്ചു. അച്ഛൻ അമ്മേനെ പ്രേമിച്ചാ? അമ്മ ഇങ്ങ ഏതോ കുട്ടികളോട് പറഞ്ഞിട്ട് ഞാൻ ചീത്തയെല്ലാം പറഞ്ഞു. എനിക്കറിഞ്ഞൂടാലോ. അന്ന് അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്ലാമർ ഉണ്ടായിരുന്നോ? ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഭംഗിയാന്ന് ഞാൻ ഭംഗിയ നോക്കിയില്ല, ഞാൻ ആണെങ്കിലും ഇല്ല. പിന്നെ അമ്മക്ക് പ്രേമം തോന്നിയാ? പ്രേമം തോന്നിയില്ല. പിന്നെ ഇതൊരു കഴിക്കണമെന്ന് കഴിച്ച അത്രേ ഉള്ളൂ. പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല. ഒരു ദിവസം ഇവിടെ അമ്പലത്തിൽ പോയി കുരുളിക്കാപ്പിൽ പോകുമ്പോ ഞാൻ പാവാടി ബ്ലൗസ് കെട്ടിയിരുന്നു. ഇവര് കൈ പിടിച്ചിട്ട് വരുമ്പോ 2 മലയൊക്കെ വെച്ച് ഇതൊരു പാട്ട് പാടി വലി. അന്നേരം ഇവർക്ക് ദേഷ്യം പിടിച്ചു. ഇവരടിക്കാൻ ഓടിച്ചെന്ന് ഇവരെ വേള പിടിക്കാൻ നോക്കി. അച്ഛൻ ആളൊരു ചട്ടമ്പിയായിരുന്നു അല്ലേ അച്ഛാ? അമ്മേനെ ആരോ ഇങ്ങനെ പാട്ടുപാടി കളിയൊക്കെ അച്ഛനെ അടിക്കാൻ പോയിനാ? ആപ്പാന്നാ? നിങ്ങള് വലിയ പുള്ളിയായിരുന്നു മുമ്പ്. ഇത് എത്ര രസമാണെന്നറിയാം ഒരു ചോദ്യം. കാര്യം വെച്ചാൽ ഞങ്ങളിവിടെ പലപ്പോഴും അനുഭവിക്കാറില്ലാണ്. ഇവർ മിക്കപ്പോഴും ചോദിക്കും, ഇവർക്കറിയാം ആരാ ആദ്യം ഇഷ്ടമെന്ന് ചോദിച്ചത്. അതായത് ചേട്ടൻ ചിലപ്പോഴൊക്കെ പറയും ഞാനിങ്ങനെ നിൻ്റെ അമ്മയുടെ ഇഷ്ടമൊന്നും പറഞ്ഞൊന്നുമില്ല. ചിലപ്പോൾ പറയും എനിക്കൊരു ബോധമില്ലാത്ത സമയത്ത് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ എന്നൊക്കെ പറയും. അപ്പോൾ ഇവരെല്ലാം കൂടെ എന്നെ അങ്ങോട്ട് വളഞ്ഞേച്ച് എന്നെ ഇട്ട് കളിയൊക്കെ തരാം. അയ്യോ പാവം അച്ഛൻ പെട്ടുപോയതാ എന്നൊക്കെ പറയും. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. നമ്മുടെ മക്കൾ നമ്മളോട് അങ്ങനെയൊക്കെ ചോദിക്കുക. ചിലർക്ക് അതൊക്കെ അതൊക്കെ ഒരു മോശം കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. അയ്യോ അച്ഛനും അമ്മയും പ്രണയിച്ച കാര്യം മക്കളോട് പറയുമോ, അയ്യോ മക്കളോട് ചോദിക്കുമോ എന്നൊക്കെ. അങ്ങനെ ഇതായിട്ടല്ല, നമ്മൾ അവരാ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ കഴിഞ്ഞു പോയ ഒരു കാലത്തെ പറ്റി നമ്മളോട് ചോദിക്കുന്നത്. അവരതറിയാൻ വേണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു രസമാണ്, ആ ഒരു തമാശ കാര്യം പലപ്പോഴും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം അതിനിപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ പോലും, ആലോചിച്ച് കല്യാണം കഴിച്ചാണെങ്കിൽ പോലും അച്ഛനമ്മ ആദ്യം പോയി പെണ്ണ് കണ്ടപ്പോൾ അച്ഛനമ്മ ഇഷ്ടപ്പെട്ടോ, അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ടോ, ആ ഒരു ചോദ്യമൊക്കെ ഒരു നല്ല രസമാണ്. ഒരു അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു അടുപ്പാണ് കൂട്ടുന്നത്. ഇപ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അച്ഛനോടും അമ്മയോടും അധികം മക്കൾ അടുക്കുകയില്ല, ഒരകലം വെച്ചേക്കും. ഇപ്പോഴും എൻ്റെ മോള് ഡിഗ്രിക്കാണ് പഠിക്കുന്നത്.
ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്, മോൻ +1 ആണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് ഞങ്ങൾക്ക് ഉമ്മ വന്നിട്ടേ പോകത്തുള്ളൂ. മോളും അതെ മോനും അതെ. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ഉമ്മ വന്നിട്ട്, അത് എവിടെ വെച്ചാണെങ്കിലും, ഇപ്പോൾ ഒരു റോഡിൽ വെച്ചാണെങ്കിൽ പോലും അവൻ എനിക്ക് ഉമ്മ വരണമെങ്കിൽ ഉമ്മ വന്നിച്ച് അവൻ പോകും. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ അമ്മയാണ് ഞാൻ. പക്ഷേ പലരും കണ്ടിട്ടുണ്ട് മക്കൾ ഒരു ഇച്ചിരി പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ അമ്മമാരാമ്പിള്ളേർ ഉമ്മ മേടിക്കത്തില്ല എന്നതും ഒരു വലിയ തെറ്റ് മാതിരിയാണ് അവരുടെ മനസ്സിലെ ചിന്ത. അതുപോലെ പെൺപിള്ളേർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാരുടെ അടുത്ത് പോയി ഇരിക്കുകയില്ല, അപ്പന്മാർക്ക് ഉമ്മ കൊടുക്കുകയില്ല. അതൊക്കെ ആ ഒരു അകലം വരുത്താതിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അപ്പനും അമ്മയായിട്ടൊരു അടുപ്പം ഉള്ളതാണ് ഏറ്റവും നല്ലത്. അതൊക്കെ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നും ആ ഒരു നിമിഷങ്ങളൊക്കെ. ഇപ്പോഴും ഇവരെനിക്ക് ഉമ്മ തന്നില്ലേ ഞങ്ങൾ അന്നേരം പറയും, ഇപ്പോൾ അപ്പനും അമ്മയൊന്നും വേണ്ട, നമ്മളെയൊക്കെ അവർക്ക് വലിയ പുള്ളികളായി, ഇപ്പോൾ ഉമ്മയൊന്നും തരാറില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി ഒന്നും ഉമ്മ വരും. അതൊരു ഭയങ്കര സന്തോഷമല്ലേ. ഇതൊക്കെ ഇപ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറേ കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. നമുക്ക് സൂരജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാമേ. ഞാൻ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ അച്ഛനമ്മയെ ഹാപ്പി ആക്കണമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോഴേക്ക് ചിലപ്പം ഞാനോ അവരോ ഉണ്ടാവണമെന്നില്ല. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും അവർ ഹാപ്പിയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സാധിച്ചു കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര കാലം, കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമുക്ക് അവരോ അല്ലെ ആരെങ്കിലും ആര് മരിക്കും ആര് ജീവിക്കും നമുക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ട മിക്ക ആൾക്കാരും മരണത്തിന് ശേഷം വലിയൊരു 12-10 ഫോട്ടോ ഉണ്ടാക്കും. ഇവിടെ ഒരു മിന്നാമിൻ ലൈറ്റ് വെക്കും, നാട്ടുകാരെ വിളിച്ചിട്ട് സദ്യ, പിന്നെ പായസം, പിന്നെ അവിടെ ഇന്നില്ല കിസ പറയല് പരിപാടി നടത്തും. അതിന് ചെലവാക്കുന്നതിന്റെ 1% ജീവനോടുള്ള സമയത്ത് അവർ ചെലവാക്കിയിരുന്നെങ്കിൽ ചിലപ്പം ഒരു വർഷം കൂടെ ജീവിക്കുമായിരുന്നു. സത്യമാണ്. പ്രായം കൂടി വരുമ്പം അവരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നാളെ ആര് കാണും, നമ്മൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ കർന്നവർ ആര്. ഇപ്പോഴത്തെ ജീവിതമാണ് മനുഷ്യരുടെ രംഗത്തെ. നമ്മളുള്ള സമയം അവർക്ക് സന്തോഷം കൊടുക്കുക. ചിലരുണ്ട് ഫുഡ് കൊടുക്കുകയല്ല വീട്ടിലുള്ളവർക്ക്. ഇച്ചിരി ബീഫ് കറി വെച്ചാൽ പറയും കൊളസ്ട്രോൾ അമ്മച്ചിക്ക്, അതുകൊണ്ട് അമ്മച്ചി ബീഫ് കഴിക്കേണ്ട. ഈ ബീഫ് എന്നൊക്കെ പറയുന്ന സാധനം ദിവസവും വീട്ടിൽ ഉണ്ടാക്കുന്ന ആയിരിക്കത്തില്ല, വല്ലപ്പോഴും ഒന്ന് മേടിക്കുന്നതായിരിക്കും. അതിൽ നിന്നൊരു ഇച്ചിരി ഒരു കൂടുതൽ കൊടുത്തതെന്നും പറഞ്ഞാൽ ഒരു നേരം ഇച്ചിരി കഴിച്ചതെന്നും പറഞ്ഞിട്ട് ഉടനെ ഒന്നും അവർ ചത്തു പോകാൻ പോകുന്നില്ല. അതുപോലെ പല ഫുഡുകളും വീട്ടിലുണ്ടാക്കാൻ നല്ല ഫുഡുകൾ ഉണ്ടാക്കാൻ പറയും, ഇത് അമ്മച്ചിക്ക് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ അപ്പച്ചന് കൊടുക്കണ്ട, അവർ കഴിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ പറയുന്ന ഡയലോഗാണ്, ഇവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവരങ്ങ് വിധി എഴുതും, അവർ കഴിക്കത്തില്ല, അവർക്ക് കൊടുത്ത് നോക്കിയാലല്ലേ കഴിക്കൂല്ലോ എന്നറിയുന്നത്. അത് മിക്ക വീട്ടിലെ ആൺമക്കളും എന്നാന്നറിയോ, അവർക്കറിയാം അത് അവരുടെ അമ്മ കഴിക്കുന്നതല്ലേ അവരുടെ അപ്പം കഴിക്കുന്നതെന്നറിയാം. പക്ഷെ അവർ കണ്ണടച്ച് വിടും ആ ഒരു സീന്, ആ ഒരു സിറ്റുവേഷൻ. കാര്യം ഭാര്യ പറഞ്ഞു അവർ കഴിക്കണമെന്ന്. ഈ ഇന്നലെ വന്ന ഭാര്യയ്ക്കാണോ അറിയാവുന്നത്, ഇത്രയും നാളും ജീവിച്ച മകനാണോ അറിയാവുന്നത് ഈ അമ്മയും അപ്പനും എന്നാ കഴിക്കും എന്നുള്ളത്. അങ്ങനെ കുറേ സൈലൻ്റ് അടിക്കുന്നുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഈ അമ്മമാർ ഇപ്പോഴും വയസ്സനാകാലത്തും കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. വീട്ടിൽ കിടന്ന് അടുക്കള പണി ചെയ്ത് ആ മക്കൾ കണ്ടാലും അവർ മൈൻഡ് ചെയ്യത്തില്ല, അവർ വരില്ല. പക്ഷെ അവർ ചിന്തിക്കണം, ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് നല്ലത് കൊടുക്കണം. സ്ട്രോങ് ആയിട്ട് പറയാനുള്ള തൻ്റെ ഇടം വേണം ആണുങ്ങൾക്ക്. എന്നാലേ ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലാതെ സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് തൻ്റെ ഇടം ഇല്ലാത്ത ഒരു വീട്ടിലും ഒരപ്പനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കുകയില്ല. അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഹാപ്പി ആയിട്ട് അഭിനയിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടം. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യമാരില്ലാതിരിക്കുന്ന ഒരു സമയത്തെങ്കിലും പോയി അമ്മയോടൊന്ന് ചോദിച്ചു നോക്കുക. പെൺമക്കളാണേലും അതെ, അമ്മയോടൊന്ന് ചോദിച്ചു നോക്കുക, അമ്മ ഹാപ്പിയാണോ, അമ്മ സന്തോഷമാണോ, അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന്. അവരൊരിക്കലും ഈ പറയുന്നത് സൂരജ് പറയുന്നുണ്ട്, അമേരിക്കയിൽ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങ് ഊട്ടി കൊടൈക്കനാൽ ഒന്നും പോകണമെന്ന് അവർ ആഗ്രഹം പറയത്തില്ല. കൂടി വന്ന് അവരൊരു അമ്പലം പറയും, അല്ലെങ്കിൽ ഒരു പള്ളി പറയും. അതിനപ്പുറം അവർക്കൊരിത് കാണത്തില്ല. ഒത്തിരി ദൂരം നിന്ന് നമ്മളെ കൂടെ താങ്ങാൻ പറ്റുന്ന ആഗ്രഹങ്ങളെ അവർ പറയത്തുള്ളൂ. ആരും ചോദിച്ചു നോക്കത്തില്ല. നിസ്സാരം ചിലപ്പോൾ അമ്മയുടെ അടുത്തിരുന്ന് മകൻ സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ അമ്മയുടെ മടി തലവെച്ച് കിടക്കുന്നില്ല അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുന്നതോ, അതൊക്കെ ആയിരിക്കും അവരൊന്ന് ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഒരു നിമിഷം കൊടുക്കാൻ കണ്ടുള്ളവർക്കൊക്കെ സ്വർഗം കിട്ടുന്നതിന് തുല്യമായിരിക്കും. സൂരജിനോടുള്ളൊരു ഭയങ്കര ബഹുമാനം എനിക്കും ഭയങ്കര സ്നേഹവും എനിക്കതാണ്. ആ അപ്പനും അമ്മയും എനിക്കറിയത്തില്ല, അവർ പുണ്യം ചെയ്തൊരു അപ്പനും അമ്മയാണ് കേട്ടോ ഇതുപോലൊരു മകനെ കിട്ടിയത്. നമ്മൾ വളർത്തു ദോഷം എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരുപാട്. നമ്മൾ ഫസ്റ്റ് ഒരു കുട്ടി ജനിച്ച് നടന്നു തുടങ്ങുമ്പം നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് വീട്ടിൽ പോകുമ്പോൾ ആ കുട്ടി ഒരു സോഫ ചവിട്ടി കയറുന്നുണ്ടെങ്കിൽ അവിടെ തടയണം. നമ്മൾ അവിടുത്തെ ഒരു കർട്ടൻ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ അപ്പം അടി കൊടുത്തിട്ട് മാറ്റി നിർത്തണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, മറ്റാൾ ഭക്ഷണം കഴിക്കുന്നതിൽ കണ്ടിട്ട് ആ ഭക്ഷണം എനിക്ക് വേണമെന്നൊരു വാശി പിടിക്കുന്ന കുട്ടികൾ അപ്പം അടിക്കണം. അങ്ങനെ തുടങ്ങിയാലേ നമ്മൾ ഈ നിൽക്കുന്ന ലെവലിൽ നമ്മൾ എത്തുന്നത് അവിടെ തുടങ്ങണം. ചൊട്ടയിലെ ശീലം ചുടല വരെ അത് തുടക്കം. കാരണം എൻ്റെ അച്ഛൻ, ഞാനൊരു വീട്ടിലൊരു അച്ഛനൊരു വീട്ടിൽ പോയി, ഞാൻ അച്ഛൻ്റെ കൂടെ പോയി, ഞാൻ അവിടുത്തെ ടൈൽസിലൂട്ട് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ, കുട്ടികളല്ലേ ആ ചെറുതല്ലേ, ഇങ്ങനെ നടക്കുക. എന്നോട് പറഞ്ഞ് അടി കൊണ്ട് എനിക്ക് കാലിനപ്പം തന്നെ. എനിക്ക് പേടി അച്ഛനാ.
ഈ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് കേട്ടോ. പല വീട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ ചില കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ സാധനങ്ങൾ മൊത്തം നശിപ്പിക്കുക എന്നുള്ള രക്ഷയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇല്ലേ. ഞാനും കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. കാര്യം അവരുടെ കാരണവന്മാർ കൂടെ ഉണ്ടേ പോലും ഉണ്ടല്ലോ, അവർ മിണ്ടുകയില്ല, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. എൻ്റെ മക്കൾ കുഞ്ഞിലേ മുതൽ അവരെവിടെയെങ്കിലും ചെന്ന് എന്നെങ്കിലും കാണിച്ചാൽ ആ സെക്കൻഡ് ഞാൻ ഒരു വഴക്ക് പറയുകയും ചെയ്യും. ചിലർ പറയും കുഞ്ഞല്ലേ എന്ന് പറയും. ഞാൻ പറയും കുഞ്ഞാണെങ്കിൽ ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞ് നിർത്തും. അതുപോലെ തന്നെ എൻ്റെ മക്കൾ ഒരിക്കലും ഒരു ഡ്രസ്സിന് വേണ്ടി അവർ നിർബന്ധം പിടിച്ചിട്ടില്ല. വേറെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് എനിക്ക് അതുപോലത്തെ വേണം, ഒരു ചെരുപ്പ്, ബാഗ്, ഒന്നും ഒരു കാര്യത്തിന് അവരെ കൊണ്ട് അങ്ങനെ ഒരു നിർബന്ധത്തിന് ഞാൻ അവരെ വളർത്തിയിട്ടില്ല. കാര്യം അവർക്ക് വേണ്ടത് മേടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനൊക്കെ ഞാൻ ഒരു പരിധി വെക്കും. കാര്യം ചൂണ്ടിക്കാണിക്കുന്ന എന്തും നമ്മൾ മേടിച്ചു കൊടുക്കാൻ നിന്നാൽ കുഞ്ഞുങ്ങൾക്കത് വളമാകും. പിന്നീട് പിള്ളേർ അതിനെ ആ ലെവലിലായിരിക്കും അവർ വളർന്നത്. അതുകൊണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ ഒരു കാര്യത്തിന്. അതുപോലെ ചില കുഞ്ഞുങ്ങളുണ്ട്, നമ്മളൊന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ അങ്ങ് ചിണുങ്ങും, ഉടനെ പോട്ടെ സാരമില്ലെന്നും പറയും. പക്ഷേ അങ്ങനെ നമ്മൾ ആശ്വസിപ്പിക്കാൻ പോലെ അവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വഴക്ക് പറയുമ്പോൾ ചിണുങ്ങുവാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് വഴക്ക് പറഞ്ഞത് എന്നുള്ള രീതിക്ക് വേണം. അത് കുഞ്ഞിൽ ഒരുപാട് കാര്യങ്ങൾ കാരണം ഭയങ്കര കുരുത്തക്കേടായിരുന്നു എൻ്റെ മകൻ. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, ഞാൻ അടിയും കൊടുക്കും വഴക്കും പറയുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് അവൻ മാറിയിട്ടുണ്ടോ. എല്ലാവരും ഇപ്പോൾ പറയുമ്പോൾ സൈലൻ്റ് ആയിപ്പോയെന്ന്. അത് ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വേറെ വീട്ടിൽ ചെന്ന് അവരൊരു സാധനം നശിപ്പിച്ചിട്ടില്ല കേട്ടോ. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നൊരു സാധനം നശിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു സാധനം എടുത്തുകൊണ്ട് വരാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരാളൊരു സാധനം കൊടുക്കുമ്പോൾ അതെനിക്ക് വേണം എന്നും പറഞ്ഞ ഒരു വാശി പിടിക്കാറോ അത് എന്നത്തിനാ കൊടുത്ത് അത് എനിക്കും കൂടെ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ ഇരിക്കും. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ആ ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുങ്ങിയിട്ട് അമ്മ പോവാം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 6ാം ക്ലാസ്സിലായിരിക്കും. സ്ഥലവും വീടെന്ന് പറഞ്ഞാൽ ഒരു വീട് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ അവർ പറഞ്ഞു കാറിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. കാറിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. കല്യാണത്തിന് വൈകുന്നേരം പോകില്ല, അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ ചിരിയായിരുന്നു. എന്തോ കൂട്ടിയിട്ടില്ലേ, എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ അമ്മ ശരിക്കും കരയാൻ തുടങ്ങി. അമ്മ കരയ റേറ. അമ്മ എനിക്ക് തീരെ വയ്യാണ്ടെന്ന് അമ്മ കരയുന്നുണ്ട്. പിന്നെ ഇതുപോലെ അമ്മ എൻ്റെ വെള്ളമില്ലായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കിണർ കുഴിച്ച് ഒരു 32 പടവരെയായിട്ടും വെള്ളം കിട്ടായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ 6 ലക്ഷം രൂപ 10 വർഷം മുന്നേ പോയതാ. എൻ്റെ വീട്ടിൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. അപ്പം അമ്മ അന്ന് കരഞ്ഞു വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ സീരിയസ് ആയി കരയുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു അതിൽ സ്ഥലമില്ല. എൻ്റെ മുറ്റത്ത് 3 കാറ് ഒരു പിക്കപ്പ് വാനും കൂടെ ഇങ്ങനെ വെച്ചിട്ട് അമ്മേനെ നടുക്കിപ്പിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സൂരജ് പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ സൂരജ് ഒരുപാട് കഷ്ടപ്പെട്ടു. അതുമായിരിക്കും ഇതുപോലെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരെ കേട്ടോ. ചിലർ മോട്ടിവേഷൻ ചെയ്യും, പക്ഷെ അത് അവരുടെ അനുഭവത്തിലൂടെയുള്ള മോട്ടിവേഷൻ ആയിരിക്കത്തില്ല. പക്ഷെ സൂരജ് എന്ന് പറഞ്ഞാൽ സൂരജ് അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും. എനിക്കിന്ന് കറണ്ടൊക്കെ എൻ്റെ +10ാം ക്ലാസ് കഴിഞ്ഞോ 9ാം ക്ലാസ്സിലോ അതോ ഡിഗ്രിക്ക് പഠിക്കുക ആ സമയത്തോ എങ്ങാണ്ടാണ് കറണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ഒരുപാട് മുതിർന്നതിന് ശേഷമാണ് കറണ്ട് വന്നത്. വീടൊക്കെ ഒരുപാട് ചോരുമായിരുന്നു. പറഞ്ഞിട്ട് വീട് ചോരുന്ന സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാണ്. അമ്മയാണേലും സൂര്യന് പെങ്ങളുണ്ട്, അമ്മയും അപ്പനും എല്ലാം ഒത്തിരി കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഇപ്പം നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. അത് ഈ സൂരജിൻ്റെ ഒരു വാശിയിലുള്ളൊരു ജീവിതമാണ് കേട്ടോ. ഇതിൻ്റെ നല്ല നിലയിൽ എത്താൻ പറ്റും, എനിക്ക് നല്ലൊരു എത്താൻ പറ്റും എന്നുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് കാണും. സാമ്പത്തിക കുറവ് മൂലം പലരും മാറ്റി നിർത്തി ഒരുപാട് പേര് കാണും. ഒരുപാട് പേര് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഞങ്ങൾക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ചേട്ടൻ്റെ വീട്ടിൽ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ തന്നെ ജീവിതം തുടങ്ങി, ഞങ്ങൾ പ്രണയിച്ച് ഇതായി തുടങ്ങി. ഞങ്ങൾ ഒന്നേന്ന് തുടങ്ങിയവരാണ് ഞങ്ങളുടെ ജീവിതം. ഒന്നേന്ന് തുടങ്ങി. അച്ഛൻ ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നു, അതിലേക്ക് കയറി താമസിച്ചു. അതിൽ നിന്ന് ഒന്നേന്ന് തുടങ്ങിയത് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും ഒരു ഉയർന്നു വരികയല്ല എന്ന് കരുതി പലരും കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാതെ, ഞങ്ങളുടെ ബന്ധുക്കാർ തന്നെ കല്യാണത്തിന് വിളിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ എന്നു വെച്ചാൽ ഞാൻ ഒരു ക്രിസ്ത്യ ഇതിൽ നിന്ന് വന്നാണ്. ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ഹിന്ദു ഇതിൽ തന്നെ. അപ്പം എനിക്ക് സിന്ദൂരം തൊടുകയും ചന്ദ്രൻ തൊടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പൊട്ട് കൊടുക്കുക, അതൊക്കെ പൊട്ട് കൊടുത്ത് നിങ്ങൾ റോമൻ കത്തോലിക്കിൽ തൊടും. പക്ഷേങ്കിൽ സിന്ദൂരമൊക്കെ തൊടുന്നതിന് അത് ഞാൻ പൊട്ട് തൊടുമെന്നും പറഞ്ഞ് എന്നെ വിളിക്കാതിരുന്നവരുണ്ട്. പക്ഷേ അവരൊക്കെ ഇപ്പം എന്നെ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ പിന്നീട് ഓരോന്നിൽ നിന്ന് അറിഞ്ഞാണ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് എന്നുള്ളത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ അവരെന്നെ ഒഴിവാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കാം. പിന്നെ അന്ന് ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികം കുറവായിരുന്നു എന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടിണി ബുദ്ധിമുട്ടും അല്ലായിരുന്നു. മറ്റുള്ളവരൊപ്പം ഒരു ഇതായിട്ട് നിൽക്കാനായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ ഇന്നും അതേ മറ്റുള്ളവരൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ എല്ലാവരും ഞങ്ങളെ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കാറുണ്ട്, പണ്ടും ഞങ്ങൾക്കൊരു കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ പേര് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. വണ്ടിയിൽ ഓടുന്ന ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 250 രൂപയുള്ളൂ വണ്ടിയിൽ. അതും സ്വന്തം വണ്ടിയിൽ. ഇവർക്ക് ബസ് സർവീസായിരുന്നു. സ്വന്തം വണ്ടിയിൽ
കൂലിക്ക് ഓടുന്ന സമയമാണ്. ആ വണ്ടിയെ ശമ്പളത്തിനോടി ആ പൈസ കൊണ്ടായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളത്. പിന്നെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ വരുന്ന സമയത്ത്, ഡെലിവറി സമയത്തൊക്കെ സഹായിച്ച മൊത്തം അച്ഛനാണ്. ആ ഒരു സഹായം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളെ സഹായിച്ചു. അച്ഛനും അമ്മയും ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മൂത്ത ചേട്ടനാണേലും ഒക്കെ എല്ലാവരും ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടം വരെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ താഴെ വീഴാൻ അവർ സമ്മതിച്ചിട്ടില്ല, ഞങ്ങളെ താങ്ങി നിർത്തിയിട്ടുണ്ട് അവർ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. എല്ലാ കാര്യത്തിലും സാമ്പത്തികമായിട്ടാണ് ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. എന്നാലും എൻ്റെ ബന്ധുക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഹാപ്പിയാണോ? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഇപ്പം സ്വർഗത്തിൽ ജീവിക്കുന്നു, അന്ന് ഞാൻ നരകത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ അമ്മ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊന്നുമില്ല. നമുക്കിപ്പം ചുറ്റുപാട് നല്ലൊരു കോമ്പൗണ്ടിനുള്ളിൽ നല്ലൊരു വീടുണ്ട്, ഇന്ന് കിണറുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇപ്പം അച്ഛനും അമ്മക്കുണ്ട്. അവർക്ക് അവരുടെ ഫ്രീഡത്തിൽ, കാരണം അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവരെ ഇഷ്ടത്തിന് എണീക്കാം, ഉറങ്ങാം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, നടന്ന് കളിക്കാം, ഇരുന്ന് കളിക്കാം, എന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു വീടുമുണ്ട്, നല്ല കിളിക്കൂട് പോലത്തെ ഒരു വീടുമാണ്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അമ്മ ഹാപ്പിയാണോ എന്നൊരു ചോദ്യം സ്വന്തം വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അവരെ കൊണ്ടുപോവുക. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. പൈസ ഒരു കാരണമൊന്നുമല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലപ്പോൾ നമ്മൾ അത് ലാഭവും നഷ്ടം നോക്കൂല. പക്ഷെ നമ്മൾ സ്വന്തം കാര്യത്തിന് ചിലവാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് സാക്രിഫൈസ് ചെയ്യും. അപ്പം അവർക്ക് ഇപ്പം നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ചെറിയ ഇട്ടാവട്ട ആഗ്രഹങ്ങളാണ്. അവർ അമേരിക്കയിൽ പോകണം എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്കിന്ന് ശബരിമലക്ക് പോകണം. അവൻ റെഡി, മാലട്ടോ. ഞാൻ അങ്ങനെയാ പറയാറ്. കാരണം അവർ ഓക്കെ, അവർ മാലയിട്ടു. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ ഇവരോട് കാണിക്കുന്നില്ല. കാരണം അച്ഛന് 74 വയസ്സ്, അമ്മക്ക് 64 വയസ്സ്. ഇവർ രണ്ടുപേരെയും കൊണ്ട് ശബരിമല കയറണ്ടേ. അപ്പം അച്ഛനാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്. അച്ഛൻ എവിടെയും തളർന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. 74 വയസ്സിൽ അച്ഛൻ നല്ല ആക്റ്റീവ് ആക്കി. അമ്മയും കയറി. പക്ഷെ ഇറങ്ങുമ്പോൾ അമ്മ തളർന്നു. അമ്മ പകുതിയപ്പോൾ അമ്മ തളർന്നു. പക്ഷെ അങ്ങോട്ട് ഇവർ സുഖമായിട്ട് കയറി. അച്ഛനാണെങ്കിൽ സ്ട്രോക്കൊക്കെ വന്ന് അച്ഛൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. എന്നാലും അച്ഛൻ മല കയറി. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, എന്തിനാ ഈ പ്രായമുള്ള ആളെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് റീൽസ് എടുക്കാനാണ് നെഗറ്റീവ് കണ്ടായിരുന്നു. അപ്പൊ അവനോട് എനിക്ക് പറയാനുള്ളത്, അവൻ തന്നെ പറയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനൊന്ന് കാണുന്നുണ്ടോ? അച്ഛനോടൊന്ന് സംസാരിക്കുന്നുണ്ടോ? എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഞാൻ സാധിച്ചു കൊടുത്തത്. കറക്റ്റാണ്. ആ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്. അവരെത്ര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ആ ഒരു എരുമേലി, നമ്മുടെ ഇവിടെ എരുമേലി, നമ്മുടെ ഇവിടെ അടുത്താണ് എരുമേലി പേട്ടതുള്ളുന്നുണ്ട്. നമ്മളൊരു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം. നല്ല രസമാണ്, കളറൊക്കെ വാരി എറിഞ്ഞ് ആ ഒരു പാണലയൊക്കെ പിടിച്ച് നല്ല രസമാണ്. അവരൊരു കൊമ്പൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ആ ചെണ്ടകൊട്ടും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ചില സമയത്തേ ഉള്ളൂ അതൊരു വണ്ടി കടത്തുന്നത്, ചിലപ്പോൾ ഇപ്പുറത്തോട്ടേക്ക്. എന്നാലും നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ അറ്റത്ത് വരെ ആൾക്കാർ ചെണ്ടകൊട്ടി ഇങ്ങനെ വരുന്ന കാണാം. അമ്പലത്തിൻ്റെ അങ്ങോട്ട് വരുന്നതാണ്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അമ്മയുടെ ആ അന്നേരത്തെ ഒരു സന്തോഷമൊക്കെ കാണണം കേട്ടോ. ആ ചിരിയും ആ ഒരു കുഞ്ഞു കൊച്ചായി മാറിയ പോലെയാണ്. അമ്മയുടെ തലയിൽ ആ ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അന്ന് ആ ഒരു പാണലൊക്കെ കൊടുത്ത് തുള്ളി പോകുന്ന അച്ഛൻ്റെ നോട്ടം കണ്ട സമയത്ത് അമ്മേനെ, അതൊക്കെ അവർക്ക് കിട്ടുന്ന വലിയ വലിയ സന്തോഷങ്ങളാണ് ആ ഒരു നിമിഷം കിട്ടുന്നത്, ഇല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അപ്പനും അമ്മയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊന്ന് ഉറക്കം ചുമച്ചാൽ, അല്ലെങ്കിൽ തുപ്പിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നാണക്കേടാ, ഇറങ്ങിയിരിക്കുക വേണ്ട എന്നുള്ള പറയും. അവരെന്തെങ്കിലും ഒന്ന് ഒച്ചയെടുത്ത് സംസാരിച്ച് പറയും, ഒച്ച കുറച്ച് സംസാരിക്കും, മറ്റുള്ളവർ കേൾക്കും, നാണക്കേടാ മറ്റേ. അങ്ങനെ ഒരു മൈൻഡിൽ നമ്മൾ ഇവരെ കൊണ്ടുപോകാറുണ്ട്. എന്നതാണ് ഈ നാണക്കേടെന്ന് പറഞ്ഞത്? ഇതിനേക്കാൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്ന് ഇവർ നാണക്കേടാന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അപ്പം സൂരജ് എന്ന് പറഞ്ഞാൽ സൂരജ് ഇതെല്ലാം സൂരജ് എൻജോയ് ചെയ്യുവാണ്. അവർ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്ന സൂരജാണ്. ആ ഒരു ഇതായിട്ട് ആ അമ്മ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ പറയും നാണക്കേടാ, ഞാൻ ഇച്ചിരി വലിയ സെലിബ്രിറ്റി ഒക്കെ അല്ലേ, അപ്പോൾ എന്നെ അറിയുന്ന ആരെങ്കിലുമൊക്കെ കാണും, അപ്പോൾ അവർ എന്നെ വിചാരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. അവരുടെ സന്തോഷമാണ് അവിടെ കാണുന്നത്. അതെത്ര രസമാണെന്നറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അത്രയ്ക്ക് സന്തോഷമായിട്ട്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവർ അതാരും എന്നതും പറയും. അതിനായിട്ട് കുറേ മനുഷ്യരുണ്ട് കേട്ടോ. നെഗറ്റീവ് പറയാൻ വേണ്ടി കുറേ മനുഷ്യരുണ്ട്. അവരെന്നാ പറയുന്നത് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. അത് നല്ല ചെയ്താലും മോശം പറയുന്ന ഒരുത്തരുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നെഗറ്റീവ് പറഞ്ഞത് എന്നാത്തിനാണ് ഈ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. അച്ഛൻ കഴിഞ്ഞ തവണ മലക്ക് പോയപ്പോൾ അച്ഛൻ മിസ്സായി, വേറെ ആൾക്കാരുടെ കൂടെ പോയതാ. അപ്പം എന്തോ ദൈവാധീനം കൊണ്ട് അച്ഛൻ തലശ്ശേരിയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങിയത് കൊച്ചിയിലാണ്. അച്ഛൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി നടന്നതാ. കൂടെ പോയ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ ഏതോ ട്രെയിൻ കയറി, ഏതോ ബസ് കയറി ഇവിടെ എത്തി. കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുകയാണ്, ഹലോ ഞാൻ തലശ്ശേരി എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛൻ ഞാൻ വരാം, അതിനുള്ള വഴി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കാര്യം ഓട്ടോയിലേക്ക് കയറുമെന്ന് പറഞ്ഞു.
അങ്ങനെ അച്ഛൻ ഓട്ടോ കയറി പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ ഫോണ്, അച്ഛൻ സംസാരിക്കുന്നത് മനസ്സിലാവില്ല, ഫോൺ ഓട്ടോക്കാരന് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു ഹലോ. ഞാൻ പറഞ്ഞു പാനൂർ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പാനൂരൊന്ന് ചോദിച്ചു, നിങ്ങൾ പറവൂരാണോ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു അല്ല പാനൂര്. ചേട്ടാ ഇത് എവിടെ സ്ഥലം? ഇത് കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ്, ഞാൻ ഇന്ന ആളാണ്, എൻ്റെ അച്ഛനത്, ആൾക്ക് ഓർമ്മ പോയിട്ടുണ്ട്, നിങ്ങൾ നേരെ കാക്കനാടേക്ക് വാ, ഈ ഓട്ടോയിൽ ഞാൻ ലൊക്കേഷൻ തരാം, ഞാൻ കാക്കനാട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛനാ കൈ കിട്ടത്. ആ അച്ഛനെന്റെ കൈ കിട്ടിയ ഇതാ ഭയങ്കര സംഭവമാണ് ആ സമയത്ത്. അച്ഛന്റെ രൂപ എന്ന് വെച്ചാല് 20,000 രൂപ അച്ഛന്റെ കൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ നടന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ ട്രോളി പരിപാടി ഉണ്ടല്ലോ, അതിൽ പോകാൻ വേണ്ടിയിട്ട് ആ പൈസ ഫുൾ മിസ്സായിട്ടുണ്ട്. അച്ഛന്റെ മുഖം ഫുൾ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. പിന്നെ ഒരു വടിയുണ്ട്, വലിയൊരു വടി, ഗാന്ധിജിന്റെ ഒക്കെ പറഞ്ഞ വടിയുണ്ട്, തോൾസഞ്ചി ഉണ്ട്. ഈ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി നിറക്കുമ്പോൾ എന്നെ പിടിച്ച് തട്ടുകയാണ് അച്ഛൻ. കാരണം ഈ സോഡിയൊക്കെ കുറഞ്ഞിട്ട് ആള് അങ്ങനെ തന്നെ വടിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അച്ഛനെ പിടിച്ച് ഞാൻ വണ്ടിയൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ 1-2 ദിവസം എൻ്റെ കൂടെ നിർത്തിയതിന് ശേഷമാണ് ഓക്കെ ആയത്. അപ്പോൾ താടിയൊക്കെ ട്രിം ചെയ്ത് ആൾ സെറ്റ് ചെയ്ത് ശേഷം ഞാൻ കഴിഞ്ഞ തവണ മലക്ക് വിട്ടിട്ടില്ല. ഇത്തവണ എന്നോട് ചോദിച്ചു മലക്ക് പോവാം. ഞാൻ കൊണ്ടുപോയി. 2 ആളെ കൈയും പിടിച്ചു. കാരണം കൈ മാറി തെറ്റിപ്പോയി എവിടെയെങ്കിലും പോയാൽ പിന്നെ കിട്ടൂലല്ലോ. പിന്നെ ഞാൻ എടുക്കുന്ന റിസ്ക് ഉണ്ട്. കുറെ ആൾക്കാർ നെഗറ്റീവ് പറയല്ലേ, മലക്ക് കൊണ്ടുപോയിട്ട് എന്നാൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേ ആൾക്കാർ ജനങ്ങൾ തന്നെ തല തിരിച്ചും പറയും. അപ്പൊ ആ മനുഷ്യനെ കൊണ്ട് റീൽസ് എടുക്കാൻ കൊണ്ടുപോയിട്ട് അതിനെ ഇതാക്കി എന്ന് പറയുന്ന ജനങ്ങളുണ്ട്. പക്ഷെ എനിക്കത് വിഷയമൊന്നുമില്ല. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. അതിന് ഞാൻ ഒന്നത് വേറെ ആൾക്കാരുടെ ഇതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ ഒന്നിനും ഭയപ്പെടുന്നില്ല. ഇതാണ് ആ റീൽസ് എടുത്തെന്നും പറഞ്ഞ് ആ ഒരു നെഗറ്റീവ് പറഞ്ഞുള്ള റിപ്ലൈ. അപ്പം അതുപോലെ തന്നെ സൂരജിനെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഉണ്ണിമൂന്നിൻ്റെ ഒരു കട്ടുണ്ട്, നല്ലൊരു ഫേസ് കട്ടുണ്ട് ഉണ്ണിമൂന്നിൻ്റെ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉണ്ണിമൂന്നിൻ്റെ ആ ഒരു ഇതും പിന്നെ വെച്ചാൽ നല്ല ഉണ്ടക്കണ്ണ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ കണ്ണ് കൊണ്ടുള്ള ഒരു ഇതും നോട്ടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ആകർഷണം തോന്നുന്നൊരു മുഖമാണ് സൂരജിൻ്റെ. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഉണ്ണിമൂന്നിൻ്റെ ആ ഒരു ഷേപ്പാണല്ലോ എന്ന് ഞാൻ ആദ്യം ഓർക്കും. പക്ഷേ ചില സമയത്താണ് ചിലത് പൂർണ്ണമായിട്ട് ഉണ്ണിമൂന്നിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എവിടേക്കോ എന്നതൊക്കെയോ ഒരു ചായ തോന്നാറുണ്ട് ഉണ്ണിമൂന്നിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് മുതലേ ഈ സൂരജിൻ്റെ ഈ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്നുള്ള സൂരജിൻ്റെ ഓരോ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായി. നമ്മളൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ, സാധാരണക്കാരന് നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ് സൂരജ്. ഒരുപാട് സ്കൂളുകളിലും കാര്യങ്ങളൊക്കെ പോയി പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആ അനുഭവത്തിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സൂരജ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരിലേക്ക്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരു ആളുടെ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങളൊക്കെ നിങ്ങളുടെ അപ്പനെയും അമ്മയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പനും അമ്മയൊക്കെ ഉള്ളവരാണെങ്കിൽ, പിന്നെ വെളിയിലൊക്കെ ഉള്ളവർക്ക് നടക്കുകയില്ല, അവർക്ക് നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് ചോദിക്കാം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അമ്മയോട് ചോദിക്കാം അമ്മയ്ക്ക് സുഖമാണോ, അത്രയും ചോദിച്ചാൽ മതി. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. കാര്യം നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ അന്വേഷിക്കാനായിട്ട് ആരും കാണണമെന്നില്ല. നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാൻ കാണും. അതിന് നമുക്ക് എല്ലാവരുടെ ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റും. നമ്മൾ വയ്യായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നവർ പോലും കാണത്തില്ല. അത് മിക്കയിടത്തും അതെ. അതിപ്പോൾ പെൺമക്കളാണേലും ആമക്കളാണേലും എല്ലാവരുടെയും കാര്യം ഒരുപോലെയാണ് പറയുന്നത്. പെൺമക്കളാണേലും പിന്നെ പെൺകുട്ടികൾക്ക് പലർക്കും അവരുടെ സാഹചര്യം കൊണ്ട്, സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് ചിലപ്പം നടക്കാത്തവർ കാണും. എന്നാലും ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കേണ്ട ആരുടെയും ഒരു ഇത് വേണ്ട, ലൈസൻസ് വേണ്ട. കാര്യം സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരെ ഭയന്ന് ഒരിക്കലും ജീവിക്കാതെ ഒരു നിമിഷമെങ്കിലും സ്വന്തം അപ്പനും അമ്മയും ഞാനാണ് അവർക്കുള്ളത്, അവരോട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കണം എന്നോർത്ത് സുഖമാണോ എന്നൊന്ന് അടുത്തിരുന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയും അപ്പനെയൊക്കെ നല്ലപോലെ നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ വീഡിയോ ഇതാണ് കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.